ഹായ്, ദിസ് ഇസ് വൺസ് അഗെയിൻ ബെഞ്ചിത് ബേബി. എല്ലാവരും ഇവിടെ വന്ന് ചോദിക്കുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യനിലൊന്നാണ്, ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ടോപ്പിക്കാണ്, ഫ്രോസൺ ചിക്കൻ ആണോ നല്ലത് അല്ലെങ്കിൽ ലൈവ് ചിക്കൻ ആണോ? എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, എനിക്ക് ഫ്രോസൺ ചിക്കനാണ് ബെറ്റർ ആയിട്ട് തോന്നിയിരിക്കുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ, ലാസ്റ്റ് 8 ഇയർ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഫ്രോസൺ ചിക്കനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ലൈവ് ചിക്കനേക്കാളുള്ളത്. ലൈവ് ചിക്കൻ പല ആൾക്കാരും പറയും ലൈവായിട്ട് അപ്പം തന്നെ കൊന്നിട്ട് തരുന്നതല്ലേ. പക്ഷെ നമുക്ക് എന്താണ് ഗ്യാരണ്ടി ഈ കൊന്നു തരുന്നത് ചത്തതാണോ അല്ലയോ? നമുക്ക് ഗ്യാരണ്ടി ഉറപ്പ് വരുത്താൻ പറ്റത്തില്ല ഒരു പരിധി കൂടുതൽ. ഫ്രോസൺ ചിക്കൻ നല്ല കമ്പനീസിൻ്റെയൊക്കെ ഫ്രോസൺ ചിക്കൻ എടുക്കുകയാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആൻറ്റിബയോട്ടിക് ഫ്രീ ആണെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും നല്ല ബ്രാൻഡുകളുടെ ഫ്രോസൺ ചിക്കൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹ, പൂർണ്ണ അല്ലെങ്കിൽ വെങ്കീസ്, ഇങ്ങനത്തെ കുറേ ബ്രാൻഡുകളുണ്ട്. ഞാൻ ഇന്ന ബ്രാൻഡ് ആയിട്ട് പറയല്ല, ബട്ട് നല്ല ബ്രാൻഡുകൾ നല്ല റെസ്റ്റോറൻറ്റ്സിലും ഇപ്പം ഹയാത്താണെങ്കിലും മാരിയറ്റ് ആണെങ്കിലും നന്നായിട്ട് ഫുഡ് ക്വാളിറ്റി നോക്കുന്ന പല റെസ്റ്റോറൻറ്റ്സും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് എടുക്കുന്നത്. സോ സെക്കൻഡ് തിങ്, ഇതിൻ്റെ ഒരു പ്രോസസ്സിങ്, ഇപ്പം എനിക്ക് കുറച്ചൊക്കെ ഈ ഫ്രോസൺ ചിക്കൻ്റെ പ്രോസസ്സിങ് അറിയാവുന്നതുകൊണ്ടാണ് നല്ല ബ്രാൻഡുകളൊക്കെ ചെയ്യുന്നത് ഇതിനെ കൊന്നതിന് ശേഷം അപ്പോൾ തന്നെ ബ്ലാസ്റ്റ് ഫ്രീസ് ചെയ്യുക ചെയ്യുന്നത്. സോ നമുക്കൊരു രീതിയിലും ഒരു കോഴീനെ കൊന്നു കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഓൺവേർഡ്സ് അതിൻ്റെ ഡീകെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. കോഴിയുടെ അല്ല, നമ്മുടെ മനുഷ്യ ശരീരമാണെങ്കിലും എന്ത് ലിവിങ് ഓർഗാനിസം ആണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ദ മൊമെൻറ്റ് ഇറ്റ് ഈസ് ഡെഡ് എവറി സെക്കൻഡ് അത് ഡീകെ ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. കോഴിയുടെയും ഇതുപോലൊക്കെ തന്നെയാണ്. അപ്പം അത് കൊന്ന് അപ്പോൾ തന്നെ ബ്ലാസ്റ്റ് ഫ്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. ലൈവ് എടുക്കുമ്പം കൊന്ന് ചിലപ്പോൾ അവർ രാത്രിയൊക്കെ ആയിരിക്കും ഇതിനെ കൊല്ലുന്നത്, ഐസിൻ്റെ പുറത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇട്ട് വെക്കുന്നത്. നമുക്ക് എത്രത്തോളം ഇതിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ, രാവിലെ ഒരു 7 മണി 8 മണിക്ക് റെസ്റ്റോറൻറ്റിൽ ഇത് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു കുറേയധികം ടൈം നമുക്കൊന്ന് വെച്ചാൽ അറിയാൻ പറ്റും. നമ്മളതിനെ എന്നിട്ട് ബ്ലാസ്റ്റ് ഫ്രീസ് ചെയ്താൽ പോലും അല്ലെങ്കിൽ ഫ്രീസ് ചെയ്താൽ പോലും അതിൻ്റെ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. അതേസമയം ഫ്രോസൺ ചിക്കൻ്റെ ഷെൽഫ് ലൈഫ് നമുക്ക് അത്യാവശ്യം നല്ല, ഈ പാക്കറ്റിൽ പാക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ അവർ അതിനകത്തൊരു ഷെൽഫ് ലൈഫ് പറയുന്നുണ്ട്. സോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയന് ഫ്രോസൺ ചിക്കനാണ് ഒരു ഫുഡ് റെസ്റ്റോറൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ, ഫുഡ് സേഫ്റ്റി പോയിൻ്റ് ഓഫ് വ്യൂ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പിന്നുള്ളൊരു ഗുണം, ഇവിടെയൊക്കെ ഡോക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ച് ഒരു ബൾക്ക് ഓഫ് ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു ഹാച്ച് ചെയ്ത് അതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ 3 ടെമ്പറേച്ചേഴ്സ്, സ്നേഹനെ പറ്റി പറയുകയാണെങ്കിൽ അവർ പറഞ്ഞ് ഞാൻ അറിയുന്നത് 3 ടെമ്പറേച്ചറിൽ ഇതിൻ്റെ ഗ്രോത്ത് പാറ്റേണിൽ 3 ടെമ്പറേച്ചറിൽ ഈ കോഴികളെ വെച്ച് അങ്ങനെ ഒരു കൺസിസ്റ്റൻറ്റ് ടൈം 45 to 60 days, എക്സാക്ട് ഡേയ്സ് ഞാൻ മറന്നുപോയി, ബട്ട് ഐ തിങ്ക് അപ്രോക്സിമേറ്റ്ലി അങ്ങനെ ഒരു ഡേ കീപ്പ് ചെയ്തിട്ട് 15 ദിവസമാകുമ്പോൾ ഇത്ര ടെമ്പറേച്ചറിൽ ഇതിനെ കീപ്പ് ചെയ്യുക, 30 days ആകുമ്പോൾ ഇത്രയിൽ കേൾക്കുക, 45 days ആകുമ്പോൾ ഇതിൽ ചെയ്യുക, അങ്ങനെ ടെമ്പറേച്ചറിലൊക്കെ കീപ്പ് ചെയ്ത്. അതുകൊണ്ട് നമ്മൾ ഈ ഫ്രോസൺ ചിക്കനിൽ കാണാൻ പറ്റും ഒരേ വെയിറ്റിലുള്ള കുറേ ചിക്കൻസിനെ കിട്ടാൻ പറ്റും. അപ്പോൾ അവർ അങ്ങനെ വെയിറ്റ് ആകുമ്പോഴത്തേക്ക് അതിനെ എടുക്കുക, അതിനെ കില്ല് ചെയ്യുക, അതിനുശേഷം നമുക്ക് തരിക, ബ്ലാസ്റ്റ് ഫ്രീസ് ചെയ്യുക, തരിക എന്നുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആൻറ്റിബയോട്ടിക്സ് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ്. ഫ്രോസൺ ചിക്കനിൽ മിക്കപ്പോഴും ആൻറ്റിബയോട്ടിക്സ്, നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാം നല്ല ബ്രാൻഡുകൾ എടുക്കുന്ന ഒരു ഫ്രോസൺ ചിക്കനകത്തും ഇങ്ങനെ ഒരു ആൻറ്റിബയോട്ടിക് പരിപാടിയും ചെയ്യത്തില്ല. അവർ ഫീഡ് വരെയും പല ഇങ്ങനെ നല്ല സ്ഥലങ്ങൾ അവരുണ്ടാക്കി അവിടെ കൊടുക്കുകയോ ചെയ്യുന്നു. 24/7 എന്ന പോലെ ഡോക്ടേഴ്സും അങ്ങനെ പല കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. ഇൻ കേസ് ഒരു ചിക്കൻ ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ ചത്തുപോവുകയാണെങ്കിൽ അവരതിനെ പ്രത്യേകം മാറ്റി, ഓക്കെ, ആ ബാച്ചിലുള്ള കുറേ ചിക്കനെ മാറ്റി അതിനെ ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം തിരിച്ച് ആ പ്രോസസ്സിലോട്ട് ഇടുകയുള്ളൂ. സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഫ്രോസൺ ചിക്കനാണ്. പിന്നെ പ്രൈസിങ് ഒരു വലിയൊരു ഘടകമാണ്. ലൈവ് ചിക്കനിലൊരു അഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയാവുന്ന, പല റെസ്റ്റോറൻറ്റ്സ് എടുക്കുന്നതിൻ്റെ ഒരു മേജർ കാര്യം ക്വാളിറ്റി വെച്ചിട്ടല്ല ലൈവ് ചിക്കൻ എടുക്കുന്നത്, അവർ മെയിൻലി എടുക്കുന്ന പ്രൈസിങ്ങിലാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലൈവ് ചിക്കൻ്റെ പ്രൈസിങ് ഒക്കെ ചിലപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ട് വരാറുണ്ട്. ഈവൻ 70 രൂപ 80 രൂപ 90 രൂപ 100 രൂപ 110 രൂപ, ആവറേജ് ചെയ്തൊരു 100-110 രൂപയൊക്കെ ആയിരിക്കാം വരുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ഫ്രോസൺ ചിക്കൻ്റെ പ്രൈസിങ് അങ്ങനെ നോക്കുമ്പോൾ വളരെ ഹൈ ആണ്. ഇപ്പം നമ്മളൊക്കെ പെർ കെ ജി ചിലപ്പോൾ 200 അല്ലെങ്കിൽ 210 ഒക്കെ ആയിരിക്കും നമ്മൾ ഫ്രോസൺ ചിക്കന് കൊടുക്കുന്നത്. ആർക്കും ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ഫ്രോസൺ ചിക്കൻ്റെ റേറ്റ്സ്. ലൈവ് ചിക്കന് നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. പക്ഷേ ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് യു ഷുഡ് നമ്മൾ ക്വാളിറ്റിയിലോട്ട് പോവുക ലോങ് ടേം. പിന്നെ നമുക്കും ഒരു നമ്മുടെ മെനു തയ്യാറാക്കുമ്പോൾ പ്രൈസിങ് ഒരു കൊല്ലത്തേക്കൊക്കെ കീപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ ഫ്രോസൺ ചിക്കൻ എടുക്കാൻ കോൺസ്റ്റൻ്റ് ആ പ്രൈസിങ് നമുക്ക് കിട്ടും. കൂടിയാലും ഇപ്പോൾ ചിലപ്പോൾ സീസണൽ ടൈമിൽ ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. ക്രിസ്മസ് വരുമ്പോഴൊക്കെ ലോക്കൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സീസൺസ് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഭയങ്കരമായിട്ട് ഹൈക്ക് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ആ ഹൈക്ക് കിട്ടത്തില്ല. മേ ബി വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഹൈക്ഡായ പ്രൈസിൽ തന്നെ ആയിരിക്കാം. ഒരു ചിക്കൻ ഹൈക്കായാൽ എത്രയാണോ മാക്സിമം വരാവുന്ന ആ പ്രൈസിലായിരിക്കാം ചിലപ്പോൾ ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ക്വാളിറ്റി 100% നമുക്ക് ഫ്രോസൺ ചിക്കനാണ് കിട്ടുന്നത്.
അതുകൊണ്ടാണ് ഞാൻ ഫ്രോസൺ ചിക്കൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കാൻ നമ്മൾ ലൈവ് ചിക്കൻ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് എടുക്കാറില്ല. തീർച്ചയായിട്ടും എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഫ്രോസൺ ചിക്കൻ്റെ തന്നെ ഈ മാർക്കറ്റിൽ ചിലപ്പം അവൈലബിലിറ്റി കുറയാണ്. അപ്പോൾ നമ്മൾ ലൈവ് ചിക്കനിലോട്ട് പോകാറുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ നമ്മൾ അഷ്യൂർ ചെയ്യുന്നത് ലൈവ് ചിക്കൻ വന്നാൽ അത് അപ്പം തന്നെ അന്ന് തന്നെ അത് നെക്സ്റ്റ് ഡേക്ക് വെക്കാതെ അന്ന് തന്നെ അത് യൂസ് ചെയ്ത് തീർക്കും. സെക്കൻഡ്ലി നമ്മൾ എത്രയും പെട്ടെന്ന് ചിക്കൻ രാവിലെ തന്നെ ഏറ്റവും ഏർലിയറായിട്ട് അത് എത്തിക്കാൻ ശ്രമിക്കും. എത്തിച്ചതിന് ശേഷം അപ്പോൾ തന്നെ അതിൻ്റെ മാരിനേഷനും പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ടൈം സ്പാൻ എന്ന് പറയുന്ന സാധനം, ഒരു ജീവി മരിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഓൺവേർഡ് ഡീക്കേയിങ് നടക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനെ പ്രോസസ്സിങ്ങിലോട്ട് വരാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. സോ ലൈവ് ചിക്കനും നമ്മൾ എടുക്കാറുണ്ട്, ബട്ട് ഐ സ്ട്രോങ്ലി പ്രിഫർ ഫ്രോസൺ ചിക്കൻ.